എന്തൊരു നടുവേദന. എഴുന്നേറ്റപ്പോൾ മുതലേ തുടങ്ങിയതാണ്. ഏട്ടാ ഏട്ടാ എഴുന്നേക്ക്. പിന്നെ ചായ. സമയല്ലേ? അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ലേറ്റ് ആവണ്ട. എന്താന്നറിയില്ല ഏട്ടാ, രാവിലെ എഴുന്നേറ്റപ്പോ മുതലേ ഭയങ്കര നടുവേദന. പെട്ടെന്നൊരു നടുവേദന അറിയില്ല. നിനക്ക് രാവിലെ എണീക്കണായിരുന്ന പുറത്ത് എന്തെങ്കിലും വാങ്ങായിരുന്നില്ലേ? നമുക്ക് ഏട്ടന് പോണ്ടതല്ലേ. അത് കുഴപ്പമില്ല, നീ ഇന്നൊന്നും ആക്കണ്ട. ഞാൻ എന്തായാലും പുറത്തുനിന്ന് കഴിച്ചോളൂ. നിനക്ക് എന്തായാലും വാങ്ങിക്കൊണ്ടുവരാം. നോക്ക്, മാറിയില്ലെങ്കിൽ നമുക്ക് കാണിക്കാം കേട്ടാ. എന്താക്കുന്നേ? ചപ്പാത്തി ഇടുന്നു. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ഒന്നും ആക്കണ്ടെന്ന്. ചപ്പാത്തി ഉണ്ടായിരുന്നു ഫ്രിഡ്ജില്. കറിയോപ്പോ? കറി ഞാൻ മുട്ടക്കറി നേരത്തെ ആക്കി വെച്ച്. എന്നാ പിന്നെ വേഗം നോക്ക് കഴിക്കാം. അല്ല ഇതെന്താ ഒരു പ്ലേറ്റ്? ഏട്ടൻ കഴിക്കും, ഞാൻ പിന്നെ കഴിച്ചോളാം. അയ്യടാ മോളെ, അത് പറഞ്ഞാ പറ്റൂല. ബാബാ ഇവിടെ വന്നിരിക്കും. ഏട്ടൻ കഴിച്ചോ? ഏട്ടൻ കഴിച്ചിട്ട് പോവാൻ നോക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ പിന്നെ കഴിക്കലുണ്ടാവില്ല. ഇവിടെ വന്നിരിക്കും, ഇവിടെ വന്നിരിക്കും. ഞാൻ ഒന്നും ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ആക്കിയതും പോരാ. ഞാൻ കഴിച്ചോളാം. കഴിക്കാതിരിക്കുന്ന ഞാൻ കഴിക്കും ഏട്ടൻ പോയിട്ട്. കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പൊ. ഞാൻ ആദ്യം കഴിച്ച് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. കഴിക്കുമ്പോ തന്നെ അസുഖം മാറും, മനസ്സിലായ? മോളെ ഏട്ടൻ പോകുന്നേ. ഇതേട്ട ചോറ്. നിന്നോട് ഏട്ടൻ പറഞ്ഞല്ലേ ചോറൊന്നും ആക്കണ്ട, ചായക്കൊന്നും ആക്കണ്ട, എന്നിട്ട് എല്ലാം ആക്കിയാ. അത് സാരില്ല, ഇന്നാ ഏട്ടൻ ചോറ് വെച്ചതിന്റെ അകത്ത്. ഏട്ടൻ ഇനി പുറത്തൊന്നും പോയി കഴിക്കൂല. സുഖൂലെന്ന് പറഞ്ഞിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കൂലല്ലേ ഈ പെണ്ണ്. സാരൂല, എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ പറഞ്ഞല്ലേ വരുമ്പോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും, ഒന്നും ആക്കണ്ടെന്ന്. ഇനിയൊന്നും ആക്കാൻ നിക്കണ്ടേ, വൈകുന്നേരം ഏട്ടൻ വരുമ്പോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാ കേട്ടാ. സുഖൂലം വിളിച്ച് പറയണേ. ഐ ലവ് യു. പോട്ടെ, ശരി കേട്ടാ. പോട്ടെ. നീ എന്തോർത്തനെ മിഴിച്ചിരിക്കണത്? എനിക്ക് പോണ്ടതാണ്. കാര്യങ്ങളൊക്കെ നോക്കുവായിട്ട്. ഞാൻ നോക്കുന്നുണ്ട്, ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. കണ്ണും പിടിച്ച് നിൽക്കുന്നു. അലമാരിന്ന് ഡ്രസ് എടുത്ത് വെച്ചോ. എടി ആയില്ലേ? ഇതാ കൊണ്ടുവരുന്നു. ഇതെന്നാ ചപ്പാത്തി ആക്കിയത്? നിനക്ക് ഇഡ്ഡലിയോ ദോശ ആക്കിയാ പോരെ? അല്ല, ഇന്നലെ രാത്രി മാവൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായില്ല. ഞാൻ വന്ന് വെള്ളത്തിലിടണം. അത് ഒരു രുചിയിലല്ലേ ഇത്? ഭയങ്കര എരിവും. ചപ്പാത്തി ആണെങ്കിൽ മരം പോലെയുണ്ട്. പേരേപ്പിക്കാൻ ഉണ്ടാക്കി തരുന്നോ? വേണ്ട
തിന്നാൻ വേണ്ടി ആക്കി തരുന്നല്ലേ. ഇനി വേഗം പോണം, ചോറൊക്കെ എടുത്ത് പോയിട്ടില്ലേ. എടേ ആയില്ലേ? ആ ഇതായിട്ട് വരുന്നു. കൊണ്ടുവന്നാ പിന്നെ ആ ചൂടോടെ എൻ്റെ കയ്യിലാ കൂടെ തരുന്ന്. ഞാൻ അതൊരു വെക്കടിയത്. അല്ലെങ്കിൽ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുള്ളൂ. വല്ലാണ്ട് വേദന എടുക്കുന്നുണ്ടല്ലോ, നാട്ടുവേദനയും. ഇത് പീരീഡ്സിന്റെ തന്നെ. ഈ മാസം ഒരുപാട് നേരത്തെയാന്നല്ല, വെറുതെ അല്ല രാവിലെ നാട്ടുവേദന എടുത്തത്. വാതിലും മടക്കെ തുറന്നിട്ട് ഉറങ്ങുന്നു. വല്ല കള്ളന്മാരോ എന്തെങ്കിലും എടുത്തിട്ട് പോയാൽ പോലെ അറിയൂല നീ ഒന്നും. അല്ല, എനിക്ക് തീരെ വയ്യേട്ടാ. രാവിലെ മുതലേ നല്ല നടുവേദന ഉണ്ട്. ഇപ്പോഴാണ് വയറുവേദന എടുക്കുന്ന പീരീഡ്സ് ആയിട്ടാ ഉള്ളത്. ഓ തികഞ്ഞല്ല, എല്ലാമായി. അല്ലെങ്കിൽ തന്നെ നിനക്ക് എപ്പോഴും അസുഖങ്ങളാണ്. ഇനി പീരീഡ്സ് കൂടെ ആയ പിന്നെ പറയണ്ട. സുഖിച്ചിടന്ന് ഉറങ്ങാനായല്ലേ ഇനി 5-6 ദിവസം. എടി ഇത് നിനക്ക് മാത്രമൊന്നുമല്ല, ലോകത്തെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. അവർക്കൊന്നും ഇല്ല ഇത്ര സൂക്കേട്. നിനക്ക് മാത്രം ലോകത്തില്ലാത്ത സൂക്കേടാണല്ലോ. സുഖിച്ചിടന്ന് ഉറങ്ങാൻ ഓരോരോ മാർഗങ്ങൾ, അല്ലാണ്ട് എന്താണ്. ഒരു മൂഡ് സ്വിങ്സ് വരാനുണ്ടല്ലോ, അത് വന്നില്ലേ ഇത്തവണ പുതുതായിട്ടൊരു സംഭവം. ഞാൻ പറയുന്നവന് ഇതെല്ലാം ഞാൻ തന്നെ കാണണ്ടേ. ഇനി വയറുവേദന മറ്റേ വേദന എല്ലാം കാണണ്ടേ. നമ്മളൊക്കെ ഇങ്ങനെ പുറത്തു പോയി കഷ്ടപ്പെടാനും നിങ്ങൾക്കൊക്കെ ഇവിടെ സുഖിച്ചിനെ കിടക്കാനും ഓരോ പേരും പറഞ്ഞിട്ട്. എന്നാ ചായ എടുക്ക്. എന്തേ ചായ വെച്ചിട്ടില്ലേ? കടി എന്താ ഉള്ളത്? എല്ലാമായി. ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയണത്, സുഖിക്കാൻ ഓരോരോ മാർഗങ്ങൾ. എന്നാ പിന്നെ നിനക്കൊന്ന് വിളിച്ചു പറയാമല്ലോ, ഒന്നും ആക്കിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും വാങ്ങൂല വരുമ്പോ. ഇതിനെ കൊണ്ടൊക്കെ ഒരു കാര്യമില്ല, ഒരു ഉപകാരമില്ലാത്ത സാധനം. ഇതാ നല്ല ചൂടുവെള്ളം ഇത് കുടിച്ചേ. എൻ്റെ അമ്മ അതാ കുളിക്കാൻ നല്ല ചൂടുവെള്ളം ഇറക്കി വെച്ചിട്ടാ. അതും കുളിച്ച് വരുമ്പോൾ അമ്മ നല്ല ചൂട് കഞ്ഞി കുടിക്കുക. അത് ഇപ്പോൾ ഉണ്ടാവും മോളെ, സാറില്ല. അല്ല അങ്ങനെ തന്നെ വയറുവേദന ഉണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ ഇതാകുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ അതങ്ങ് പോകും. കുടിക്കാൻ വെള്ളം കുടിക്കും. ഇടിയായില്ലേ? ആ മോളെ നിന്റെ വയറുവേദന കുറവുണ്ടോ? ഇത് ചോദിച്ചല്ല, അപ്പൊ തന്നെ എന്റെ പകുതി വേദന കുറഞ്ഞേട്ടാ. ഇവിടെ കിടക്ക്. ഏട്ടനെ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുക. എന്തേ? ഏട്ടനെ കെട്ടിപ്പിടിച്ചപ്പോ എല്ലാ സുഖവും മാറിയേട്ടാ.
ഇതേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. എടീ കിടക്കപ്പായി കിടന്ന് മോങ്ങാൻ വേണ്ടിട്ട് നിന്റെ ആരും ചത്ത സുഖമില്ലെങ്കിൽ വല്ല ആശുപത്രി പോയി കിടക്ക്. ഇവിടെ കിടന്നിട്ടാ കരയുന്നത്. കിടക്കാൻ വന്നാലും മനുഷ്യന് സമാധാനം തരൂല്ല ദൈവമേ. കൊണ്ടൊക്കെ ഈ കഥയ്ക്ക് ഒരവസാനമില്ല. കാരണം ഇതൊരു കഥയല്ല, ചിലരുടെയൊക്കെ ജീവിതം തന്നെയാണ്. ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പോലെ അവളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയാത്ത, അവൾക്ക് വേണ്ടത്ര കരുതലുകൾ നൽകാൻ കഴിയാത്ത, എന്തിനേറെ പറയുന്നു എന്ത് സങ്കടങ്ങൾ വന്നാലും അവളെ ഒന്ന് ചേർത്ത് പിടിക്കാത്ത ഒരുപാട് ഭർത്താക്കന്മാർ ഇപ്പോഴും ഉണ്ട്. അവർ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്, ഭാര്യ എന്നാൽ വീട്ടിൽ വെച്ചും വേവിച്ചും തരാനുള്ള ഒരു ഉപകരണം മാത്രമല്ല. അങ്ങനെ ചിന്തിക്കുന്ന ഇവനെ പോലുള്ള ഭർത്താക്കന്മാർ ഓർക്കുക, കാലം മാറിയിരിക്കുന്നു. ഇനിയും ഈ സ്വഭാവവുമായി മുന്നോട്ട് പോയാൽ നാളെ ചിലപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയേക്കാം. ആരും ആരുടെയും അടിമയല്ല. ഒരു താലിച്ചരടിന്റെ പേരിൽ ആർക്കും ആരെയും അങ്ങനെ ആക്കാനും കഴിയില്ല.